Hello friends, welcome to Lawquest. Handcuffing. എന്താണ് handcuffing? ഏതെല്ലാം സാഹചര്യങ്ങളിൽ handcuffing ചെയ്യാം എന്നല്ല നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. Where is handcuffing mentioned under Bharatiya Nagarik Sureksha Sanhita 2023? It is provided under section 43 clause 3. BNSS പുതുതായി ആഡ് ചെയ്യപ്പെട്ട ഒന്നാണ് handcuffing. BNSSലെ സെക്ഷൻ 43 ക്ലോസ് 3ലാണ് ഹാൻഡ്കഫിനെ പറ്റി പറയുന്നത്. Who is authorized to handcuff? ആർക്കാണ് ഹാൻഡ്കഫ് ചെയ്യാനുള്ള അധികാരമുള്ളത്? പോലീസ് ഓഫീസറിനാണ് ഹാൻഡ്കഫ് ചെയ്യാനുള്ള അധികാരമുള്ളത്. On what basis can handcuffing be done? Considering the nature and gravity of the offense. ചെയ്ത കുറ്റകൃത്യത്തിന്റെ നേച്ചർ ആൻഡ് ഗ്രാവിറ്റി അനുസരിച്ചാണ് ഹാൻഡ്കഫിംഗ് ചെയ്യാൻ സാധിക്കുക. Under what circumstances may handcuffing be employed? At the time of effecting the arrest of the person, while producing the arrested person before the court. രണ്ട് സാഹചര്യത്തിലാണ് ഹാൻഡ്കഫിംഗ് ചെയ്യാൻ സാധിക്കുന്നത്. ഒന്ന് അറസ്റ്റ് ചെയ്യുന്ന സമയം, രണ്ട് കോടതിയിൽ ഹാജരാക്കുന്ന സമയം. ഇനി ഏതെല്ലാം കുറ്റകൃത്യങ്ങളിൽ ഹാൻഡ്കഫ് ചെയ്യാം എന്ന് നോക്കാം. ഹാൻഡ്കഫിംഗ് പെർമിസിബിൾ ഒഫൻസസ് അണ്ടർ BNSS. Habitual offender or repeat offender. Escaped from custody. Committed organized crime. Terrorist act. Drug-related crime. Illegal possession of arms and ammunition. Murder, rape, acid attack. Counterfeiting of coin and currency note. Human trafficking. Sexual offences against children. Offences against state. Habitual offender. ഒരാൾ സ്ഥിരമായി കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതാണെങ്കിൽ അവരെ പറയുന്നതാണ് ഹാബിച്വൽ ഒഫൻഡർ. ഒരു ഹാബിറ്റ് പോലെ ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരാൾ. റിപ്പീറ്റ് ഒഫൻഡർ, ഒരേ കുറ്റകൃത്യം തന്നെ റിപ്പീറ്റ് ചെയ്യുന്നയാൾ. എസ്കേപ്പ് ഫ്രം കസ്റ്റഡി, കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ. ഓർഗനൈസ്ഡ് ക്രൈം. ഓർഗനൈസ്ഡ് ക്രൈം സെക്ഷൻ 111 ഓഫ് BNSൽ പറയുന്നുണ്ട്. കിഡ്നാപ്പിംഗ്, റോബറി, വെഹിക്കിൾ തെഫ്റ്റ്, എക്സോഷൻ എന്നിവ പോലെയുള്ള ക്രൈമാണ് ഓർഗനൈസ്ഡ് ക്രൈമിൽ പറയുന്നത്. അതായത് ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ഫിനാൻഷ്യൽ ബെനിഫിറ്റിനു വേണ്ടി ഒറ്റയ്ക്കോ കൂട്ടമായോ ചെയ്യുന്ന തരത്തിലുള്ള ക്രൈമാണ് ഓർഗനൈസ്ഡ് ക്രൈം ആയി കണക്കാക്കുന്നത്. ടെററിസ്റ്റ് ആക്ട് സെക്ഷൻ 113 ഓഫ് BNSൽ ടെററിസ്റ്റ് ആക്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ സോവറിറ്റി, സെക്യൂരിറ്റി, ഇന്റഗ്രിറ്റി എന്നിവയെ ബാധിക്കുന്ന തരത്തിൽ ചെയ്യുന്ന പ്രവർത്തികളാണ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത്. ഡ്രഗ് റിലേറ്റഡ് ക്രൈം. ഇല്ലീഗൽ പൊസഷൻ ഓഫ് ആംസ് ആൻഡ് അമ്യൂണിറ്റീസ്, നിയമപരമല്ലാതെ ആയുധം കൈവശം വയ്ക്കുമ്പോൾ. മർഡർ, റേപ്പ്, ആസിഡ് അറ്റാക്ക്. കൗണ്ടർഫീറ്റിംഗ് ഓഫ് കോയിൻ ആൻഡ് കറൻസി നോട്ട്, നിയമവിരുദ്ധമായി കോയിൻസും കറൻസി നോട്ടും അച്ചടിച്ചിറക്കുന്നതിന്. ഹ്യൂമൻ ട്രാഫിക്കിംഗ്, മനുഷ്യക്കടത്ത്. സെക്ഷൽ ഒഫൻസ് അഗെയിൻസ്റ്റ് ചിൽഡ്രൻ, കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ചെയ്യുന്നയാൾ. ഒഫൻസ് അഗെയിൻസ്റ്റ് സ്റ്റേറ്റ്, രാജ്യദ്രോഹം. ഇതെല്ലാമാണ് ഹാൻഡ്കഫിംഗ് ചെയ്യാൻ പറ്റാവുന്ന കുറ്റകൃത്യങ്ങൾ. എന്നാൽ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ പോലും ഹാൻഡ്കഫ് ചെയ്യുന്നതിന് ചില നിബന്ധനകളുണ്ട്. അത് 1980ലെ സുപ്രീം കോർട്ടിന്റെ ഒരു സുപ്രധാന വിധിയിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. Premshankar Shukla versus Delhi Administration in 1980. The Supreme Court laid down certain criteria for handcuffing in a landmark judgment delivered by Honorable Justice V.R. Krishnaiyer. ഈ കേസിന്റെ ഫാക്ട് എന്താണെന്ന് നോക്കാം. ഈ കേസിലെ പെറ്റീഷണർ ശുക്ല ഒരു അണ്ടർ ട്രയൽ പ്രിസണർ ആയിരുന്നു. അദ്ദേഹം കോടതിയിലേക്ക് ടെലിഗ്രാം വഴി തന്നെ ഹാൻഡ്കഫ് ചെയ്യുന്നത് സംബന്ധിച്ച് ഒരു മെസ്സേജ് അയച്ചു. ജയിലിൽ നിന്ന് കോടതിയിലേക്ക് കൊണ്ടുവരുമ്പോഴും തിരിച്ച് ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോഴും ഹാൻഡ്കഫ് ചെയ്യുന്നു എന്നായിരുന്നു പരാതി. ഇത് ഹൈക്കോടതി തള്ളിക്കളഞ്ഞു.
എന്നാൽ ഈ കേസിൽ സുപ്രീം കോടതി ചില കാര്യങ്ങൾ വ്യക്തമാക്കി. പ്രഥമ ദൃഷ്ട്യാ ഹാൻഡ് കഫിംഗ് മനുഷ്യത്വരഹിതമാണെന്നും ഇൻഹ്യൂമൻ ആണെന്നും അൺറീസണബിൾ ആണെന്നും കോടതി കണ്ടെത്തി. ഈ കേസിലെ ഫൈൻഡിങ്സ് ഇപ്രകാരമായിരുന്നു. In the case with reference to Sunil Bhadra versus Delhi administration. ഈ ഒരു കേസിലെ വിധി പ്രസ്താവിക്കുന്നതിന് മുൻപ് വന്നിട്ടുള്ള ഒരു കേസായിരുന്നു സുനിൽ ബദ്ര വേഴ്സസ് ഡൽഹി അഡ്മിനിസ്ട്രേഷൻ. ആ ഒരു കേസിനെ റെഫർ ചെയ്തുകൊണ്ടാണ് ഈ ഒരു കേസിൽ ശുക്ലയുടെ കേസിൽ വിധി പ്രസ്താവിച്ചിട്ടുള്ളത്. Handcuffing is a prima facie inhuman, unreasonable and excessively harsh. Handcuffing is justified only when it is necessary to prevent the accused from escaping. Accused കസ്റ്റഡിയിൽ നിന്നും എസ്കേപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്ന് വരുന്ന ഒരു സിറ്റുവേഷനിൽ മാത്രം ഹാൻഡ് കഫ് ചെയ്താൽ മതിയാകും. Just because a person is accused of serious crime doesn't mean he should be handcuffed. He might be calm, well behaved, obedient or even shy. സീരിയസ് ക്രൈം ചെയ്തു എന്നതുകൊണ്ട് മാത്രം ഒരാളെ ഹാൻഡ് കഫ് ചെയ്യേണ്ടതില്ല. Just because the offense is serious doesn't mean the person will try to escape. Even in extreme circumstances where handcuff must be used on a prisoner, the escorting authority must record the reason for doing so at the same time. Handcuff ചെയ്യുന്ന സമയത്ത് escorting authority അതിന്റെ മതിയായ റീസൺ ബോധിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. The use of handcuff without proper justification violates the fundamental rights guaranteed under Article 14, 19, 21 of our Constitution. Proper justification ഇല്ലാതെ ചെയ്യുന്ന ഹാൻഡ്കഫ് ചെയ്യുന്നത് ഒരാളുടെ മൗലിക അവകാശങ്ങളെ വയലേറ്റ് ചെയ്യുന്നതാണ് എന്നും ഈ ഒരു വിധിയിലൂടെ കോടതി പ്രസ്താവിച്ചു. Thank you for watching Lawcast. Keep watching, keep learning the law with us. Thank you.